നമസ്കാരം. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഷോർട്സുകൾ 7 ടൈപ്പ് ഷോർട്സുകൾ പഠിച്ചാൽ പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷൻ ഓഫ് ഷോർട്സ് കഴിയും. പക്ഷേ 7 ടൈപ്പ് ഷോർട്ട് ക്ലാസിഫൈഡ് ബൈ ക്യാമറ ഹൈറ്റുകളെ ബേസ് ചെയ്തിട്ട് ഷോർട്ട് ഡിഫൈൻ ചെയ്യും. ലോ ആംഗിളിൽ നിന്നും ലോങ് ഷോട്ട് ഇങ്ങനെ പലതെടുക്കാം. ലോങ് ഷോട്ട് ക്ലോസപ്പ് വരെ എടുക്കാം, എക്സ്റ്റെൻ ക്ലോസപ്പ് വരെ. അതുപോലെ തന്നെ ഐ ലെവൽ വെച്ച് ക്ലോസപ്പ് ടു ലോങ് ഷോട്ട് വരെ എടുക്കാം. അതുപോലെ തന്നെ ടോപ്പ് ആംഗിളിൽ നിന്നും ക്ലോസപ്പ് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നടക്കുമ്പോൾ ക്യാമറ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ ഷോട്ട് ക്ലാസിഫൈഡ് ഒരു ക്യാമറ മൂവ്മെൻറ്റ്, ക്യാമറ എങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഷോട്ടിന് ചിലപ്പോൾ ഒരു വൈഡ് ആംഗിളിൽ നിന്നും ട്രക്ക് ചെയ്ത് ചിലപ്പോൾ ഒരു ക്ലോസിലേക്ക് വരുന്ന അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാവും. ഷോർട്ട്സ് ക്ലാസിഫൈ ചെയ്യുന്നതിന് യൂസേജ് അനുസരിച്ചും ക്ലാസിഫൈ ചെയ്യും. എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഷോർട്സുകളെ ആദ്യത്തായിട്ട് പഠിക്കേണ്ടത് ഒരാൾ എക്സ്ട്രീം ക്ലോസപ്പ് എന്നാണ് ഒന്നാമത്തെ പറയുന്നത്. രണ്ടാമത് ക്ലോസപ്പ്, മൂന്നാമത് മീഡിയം ക്ലോസപ്പ്, നാലാമത് മീഡിയം ഷോട്ട് എന്ന് പറയും, അഞ്ചാമത് മീഡിയം ലോങ് ഷോട്ട്, ആറാമത് ലോങ് ഷോട്ട് എന്ന് പറയും, ഏഴാമത് എക്സ്ട്രീം ലോങ് ഷോട്ട്. ഇനി തിരിച്ചാണെങ്കിൽ എക്സ്ട്രീം ലോങ് ഷോട്ട് 1, ലോങ് ഷോട്ട് 2, മീഡിയം ലോങ് ഷോട്ട് 3, മീഡിയം ഷോട്ട് 4, മീഡിയം ക്ലോസപ്പ് 5, ഷോട്ട് മീഡിയം ക്ലോസപ്പ് വെറും ക്ലോസപ്പ് ഷോട്ട് 6, എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട് 7. അത് തിരിച്ചു. അങ്ങനെ 7 ടൈപ്പ് ഷോട്ട്. അത് നമ്മൾ ലോ ആംഗിളിലോ അല്ലെങ്കിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സിനനുസരിച്ച് നമുക്കൊരു ക്ലോസപ്പിൽ നിന്ന് ഒരു വൈഡ് ഷോട്ടിലേക്കൊക്കെ പോകും. ഇങ്ങനെ ഷോട്ടുകൾ വികസിച്ച് വരും. പക്ഷേ ക്ലോസുകളെ കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ടൈപ്പ് ഓഫ് ഷോട്ട്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് എക്സ്ട്രീം ലോങ് ഷോട്ട് എന്ന് പറയുന്നത്? എക്സ്ട്രീം ലോങ് ഷോട്ട് ഹാസ് ദി ബാക്ക്ഗ്രൗണ്ട് ഡൊമൈൻസ് ദി ഇൻഡിവിജ്വൽ. നമ്മളൊരാൾ നിൽക്കുന്നു എന്ന് ചോദിച്ചു, ആ ആൾ നിൽക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മൊത്തം നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തെ എന്തിനാണോ അത് മൊത്തത്തിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് കാണിക്കുന്ന ഒരു എക്സ്ട്രീമായിട്ടുള്ള ലോങ് ഷോട്ടിനെയാണ് ചുരുക്കി പറയുന്നത് ELS, അല്ലെങ്കിൽ എക്സ്ട്രീം ലോങ് ഷോട്ടിനെ ചുരുക്കി പറയുന്നത് ELS. ആദ്യമായിട്ട് നമ്മൾ ഞാൻ ആദ്യം തൊട്ടേ പഠിപ്പിക്കാൻ പറയുന്ന ഒരു വലിയ മലയോളം ഗ്രാമത്തിലൂടെ ഒരു ആള് നടന്നു വരുന്നതായിരിക്കും നായകൻ. ആ നായകനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ പ്രദേശത്തെ മൊത്തം, ഇന്ന് മിക്ക സിനിമകളിലും കാണിക്കുന്നത് ഒരു ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ആ പ്രദേശത്തെ ദൂരെ നിന്ന് കാണിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയായിരിക്കും ഒറ്റ ഷോട്ടിൽ തന്നെ. അപ്പം എക്സ്ട്രീം ലോങ്ങിൽ നിന്ന് അടുക്കിലേക്ക് ചിലപ്പോൾ വന്നെന്ന് വരും. അപ്പോൾ ആ എക്സ്ട്രീം ലോങ് ഷോട്ട് ആ പ്രദേശത്തെയും കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലത്തെയൊക്കെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ എന്താണോ ഒബ്ജക്റ്റ് അതിൻ്റെ മൊത്തത്തിൽ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ആ ആളിനെ ആ പ്രദേശത്തെയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് ദൂരെ നിന്നെടുക്കുന്ന ഷോട്ടിനെയാണ് നമ്മൾ എക്സ്ട്രീം ലോങ് ഷോട്ട് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ലോങ് ഷോട്ട് എന്ന് പറയും. ഹെഡ് ടു ദി 2 ഷോട്ട്സ്. അതായത് ലോങ് ഷോട്ട് എന്ന് പറയുന്ന എക്സ്ട്രീം ലോങ് ഷോട്ട് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ഷോട്ടാണ്. ലോങ് ഷോട്ടിനെ നമ്മൾ ചുരുക്കി പറയുന്നത് LS എന്ന് പറയും. ഷോ ദി എൻറ്റയർ ബോഡി ആൻഡ് വെരി ഷോർട്ട് ഡിസ്റ്റൻസ് അബോവ് ദി ബിലോ. നമ്മുടെ ബോഡി, നമ്മുടെ കാൽപാദത്തിന് ഇച്ചിരി ഫോർഗ്രൗണ്ടും നമ്മുടെ തല കഴിഞ്ഞ് ഇച്ചിരി മല്ലും വെച്ചിട്ട് അതിനകത്ത് കിട്ടുന്ന ആ ഫ്രെയിമിനാണ് ലോങ് ഷോട്ട് എന്ന് പറയുന്നത്. എക്സ്ട്രീം ലോങ് ഷോട്ട് നമ്മൾ നിൽക്കുന്ന പ്രദേശം മൊത്തം കിട്ടുമെങ്കിൽ മറ്റേത് ആ പ്രദേശത്തെ നമ്മൾ അപ്പോൾ ഒരു കഥാപാത്രം നടന്നു വരുന്ന അയാളുടെ അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ ആ നിൽക്കുന്ന ആളുടെ ക്ലോസപ്പ് മുമ്പിൽ താഴെയും കുറച്ച് സ്പേസ് ഇട്ടുണ്ടല്ലോ. അതായത് യൂസ് ദി എസ്റ്റാബ്ലിഷ് ടു ദി ലൊക്കേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ് വ്യൂ ഫോളോയിങ് ദി ആക്ഷൻ വിത്ത് ദി ഫ്രെയിം. ദിസ് ഈസ് ഷോട്ട് ഇൻ വിച്ച് ദി സബ്ജക്റ്റ് ക്യാൻ ബി സീൻ ഫുൾ. ഡിസ്റ്റൻസ് ആർ ദി സ്റ്റിൽ മിസ്ഡ് ബട്ട് ദി ഷോട്ട് ഈസ് ലിറ്റിൽ ക്ലോസ് ദാൻ ദി എക്സ്ട്രീം ലോങ് ഷോട്ട്. എക്സ്ട്രീം ലോങ് ഷോട്ടിനേക്കാളും കുറച്ചുകൂടെ അടുത്തിട്ടുള്ള ആളും ആളിൻ്റെ ചുറ്റുപാടും കാണുന്ന രീതിയിൽ, എന്നാൽ ആളിനായിരിക്കും അതിനകത്ത് നമുക്ക് എടുത്ത് കാണത്തക്ക രീതിയിൽ. ലോങ് ചെയ്യുന്ന ആൾ വ്യക്തമാകുന്നില്ല, ഏകദേശം ഇത് വ്യക്തമാകുന്ന രീതിയിലേക്ക്. പിന്നെ വരുന്ന മീഡിയം ലോങ് ഷോട്ട് അല്ലെങ്കിൽ MLS എന്ന് പറയും. MLS മീഡിയം ലോങ് ഷോട്ട്, MLS മീഡിയം ലോങ് ഷോട്ട്, ELS എക്സ്ട്രീം ലോങ് ഷോട്ട്, LS ലോങ് ഷോട്ട്, MLS
മീഡിയം ലോങ് ഷോട്ട് എന്ന് പറയുമ്പോൾ പിന്നെ ആളിലേക്ക് അടുത്ത് വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫോം മീഡിയം ഹെഡ് ടു ദി ബിലോ ദി നീക്ക്, നമ്മുടെ മുട്ടിന് താഴെ വരും. സത്യൻ അന്തിക്കാളിൻ്റെ സിനിമകളിൽ മിക്കവരും കോമഡി പടങ്ങളിലെല്ലാം ഈ മുട്ടിന് താഴെ, കാൽപാദമൊന്നും കാണില്ല, അതിൻ്റെ കുറച്ച് മേലെ വെച്ചിട്ട് ബാക്കി മൊത്തം അവരുടെ ആ ചേഷ്ടകളൊക്കെ കാണത്തക്ക രീതിയിൽ ഷോട്ട് ഡിവൈഡ് ചെയ്യാനാണ്. പിന്നെ നീക്ക് ഷോട്ട് എന്നും പറയുക, അല്ലെങ്കിൽ മീഡിയം ലോങ് ഷോട്ട്. യൂസ് ദി ക്ലിയർലി ഷോ ദി ബോഡി ജസ്റ്റേഴ്സ് ആൻഡ് എസ്പെഷ്യലി ദി ആംസ്, കൈകളുടെ എല്ലാ ചലനങ്ങളെയും അവരുടെ പോസുകളെ ആക്ഷൻസുകളെ എല്ലാം കിട്ടത്തക്ക രീതിയിൽ കുറച്ച് നമ്മുടെ മുട്ടിന് കീഴ് വരെയുള്ള ഷോട്ട്സുകൾ. നിങ്ങൾ ഏറ്റവും കൂടുതൽ നീക്ക് ഷോട്ട്സ് ഉപയോഗിക്കുന്നത് ഈ സത്യനന്ദിക്കാട് സിനിമകളിൽ ധാരാളം കാണാം. അതൊന്ന് ഓർക്കണം. അതിന് നമ്മൾ മീഡിയം ലോങ് ഷോട്ട് എന്ന് പറയും. മീഡിയം ഷോട്ട്. അടുത്തത് മീഡിയം ഷോട്ട്. മീഡിയം ലോങ് ഷോട്ട് എന്ന് പറയുമ്പോൾ അടുത്തത് മീഡിയം ഷോട്ടാണ്. അതായത് ഏകദേശം എവിടെ നിന്നിട്ട് ഒരു മീഡിയം ഷോട്ട് ഫ്രം ദി വേസ്റ്റ് ടു ദി ഹെഡ്, നമ്മുടെ അരക്കെട്ട് തൊട്ട് ഹെഡ് വരെയുള്ള കട്ട് ദി ബോഡി ജസ്റ്റ് അബൌട്ട് ദി ബിലോ ദി വേസ്റ്റ്, പകുതി തൊട്ട് ഇത്രയും വരെയുള്ള, നമ്മുടെ പകുതി തൊട്ട് ഇത്രയും വരെയുള്ള അളവിനെയാണ് മിഡിൽ ഷോട്ട് എന്ന് പറയുന്നത്. മറ്റത് മീഡിയം ലോങ് ഷോട്ട് എന്ന് പറയുമ്പോൾ മുട്ടിന് മേലോട്ട്. അപ്പോൾ യൂസ് ദി ഹെൽപ്പ് വ്യൂവേഴ്സ് ഈസി ടു റെക്കഗ്നൈസ് ദി സബ്ജക്റ്റ് ആൻഡ് ഓൾസോ വാട്ട് ദേ ആർ ഡൂയിങ് വിത്ത് ദെയർ ഹാൻഡ്സ്. നമ്മുടെ എക്സ്പ്രഷൻസ് എല്ലാം കൂടുതൽ ഹാഫിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മീഡിയം ലോങ് ഷോട്ടിലേക്ക് വരുമ്പോൾ ആ ഒബ്ജക്റ്റിന് വ്യക്തമാവും, അതുപോലെ തന്നെ നമ്മുടെ ആക്ഷന് വ്യക്തമാവും. അടുത്താണ് മീഡിയം ക്ലോസപ്പ് എന്ന് പറയുന്നത്. മീഡിയം ക്ലോസപ്പ് ദി ടിപ്പിക്കലി പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ ഇവിടം വരെ വേണം, ചെസ്റ്റ് അവിടെ വരെ. അതിനെയാണ് നമ്മൾ ചെസ്റ്റിൻ്റെ പകുതിയിലിട്ട് കട്ട് ചെയ്ത്. ഇത്രയാണ് നമ്മൾ മീഡിയം ക്ലോസപ്പ് എന്ന് പറയുന്നത്. യൂസ് ഷോ റിയാക്ഷൻ ആൻഡ് ഇൻഡിക്കേറ്റ് വിത്ത് ദി സബ്ജക്റ്റ് ഈസ് ഫീലിംഗ്. No more details are available except of the face. നമുക്ക് ഏകദേശം ഡീറ്റെയിലും നമ്മൾ അത്യാവശ്യം മുഖത്തിൻ്റെ കൂടുതൽ വ്യക്തത ഇല്ലെങ്കിൽ പോലും അരക്കെട്ട് ഇതുവരെ നമുക്ക് ഈ നെഞ്ചിൻ്റെ അവിടെ നിന്ന് പാസ്പോർട്ട് സൈസിൽ എടുത്താൽ കിട്ടും ആക്ഷൻസുകൾ. പിന്നെയാണ് വരുന്ന ക്ലോസപ്പ് ജസ്റ്റ് അബവ് ഹെഡ് ടു ദി അപ്പർ ചീസ് ജസ്റ്റ് ബിലോ ദി നെക്ക്. നമ്മുടെ കഴുത്തിൻ്റെ ഇവിടം തൊട്ട് ഏകദേശം ഇവിടം തൊട്ട് തലവരെയുള്ള കാര്യങ്ങളാണ് ക്ലോസപ്പ് എന്ന് പറയുന്നത്. ഇവിടം തൊട്ട് പാസ്പോർട്ട് സൈസ് മീഡിയം, അതിനെ നമ്മൾ പറയുന്ന മീഡിയം ക്ലോസപ്പ്. ഇത് ക്ലോസപ്പ് ഇവിടം തൊട്ട്. ഇനി നമ്മൾ അടുത്ത് എക്സ്ട്രീം ക്ലോസപ്പ്. അതിന് മുമ്പ് ഈ മീഡിയം ക്ലോസപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ദി റിയാക്ഷൻ ഷോട്ട്സ്, ദി ഷോ ഇമോഷൻസ്, എനേബിൾ ടു ദി ഈസി ടു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് വാട്ട് ദി സബ്ജക്റ്റ് ഈസ് തിങ്കിങ് ആൻഡ് ഫീലിംഗ്. ഡീറ്റെയിൽസ് ആർ മെൻഫിൽ. നമ്മൾ എന്താണ് ചെയ്യുന്നതിൻ്റെ ഏകദേശം ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം. എൻ്റെ ഇപ്പം നമ്മളിങ്ങനെ കുറച്ച് ക്ലോസപ്പിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്ലോസപ്പ് ഇരുന്നിട്ട് ഞാൻ എന്തൊക്കെ കാണി, എൻ്റെ കണ്ണിൻ്റെ ചെറിയ ചലനങ്ങൾ പോലും നിങ്ങൾക്ക് മാറും. ഇത്രയും വരുമ്പോഴത്തേനും നിങ്ങൾ കുറച്ചുകൂടെ കുറയും, പിന്നെ കുറച്ചുകൂടെ പോകുമ്പോൾ കുറച്ചുകൂടെ കുറയും. ഈ ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്ലോസപ്പ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് എക്സ്ട്രീം ക്ലോസപ്പ്. എക്സ്ട്രീം ക്ലോസപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത്രയും വരുന്നൊരു എക്സ്ട്രീം ക്ലോസപ്പ്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എക്സ്ട്രീം ക്ലോസപ്പ് എന്തിനാണിത്? ചാപ്റ്റർ ഫോർ ദി മീഡിയം ഫോർ ദി ഹെഡ് ജസ്റ്റ് അബൌട്ട് ദി ചിൻ ഓർ ഈവൻ ദി ഇവിടുന്ന് വരയ്ക്കുള്ള. യൂസ് ദി ഷോർട്ട് ഡീറ്റെയിൽ അപ് ടു ദി ക്ലോസ്. ദി ഡീറ്റെയിൽ ആർ മാനേജിങ് ടു എ വെരി ലാർജ് എക്സ്റ്റെൻറ്റ് ആൻഡ് എംഫസൈസ് ദി ഫേഷ്യൽ എക്സ്പ്രഷൻ ഓർ ടു മേക്ക് ടു സബ്ജക്റ്റ് അപ്പിയർ ത്രെട്ടനിങ്. നമുക്ക് ഏറ്റവും ഫീലിങ്സുകളൊക്കെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ്, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടമുള്ളത്. അതിനൊക്കെ ഓരോ ലെൻസസ് ഉണ്ട്. ആ ലെൻസ് മാറിയിട്ടില്ലെങ്കിൽ ഒരുമാതിരി പൊളഞ്ഞൊക്കെ ഇരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്തോട്ട് പോലെ എക്സ്ട്രീം ക്ലോസപ്പ് എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്ത് വേറെ മൂഡിലിടണം. മാക്രോ മൂഡിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ കിട്ടും. ഇത്രയാണ് എക്സ്ട്രീം ക്ലോസപ്പ് എന്ന് വരുന്നത്. ഈ പുരത്തിൻ്റെ ജസ്റ്റ് അതിന് ശേഷമാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ ഒരേ കൂടെ ഈ 7 ഷോട്ട്സുകൾ, എക്സ്ട്രീം ക്ലോസപ്പ്, മീഡിയം ക്ലോസപ്പ്, മീഡിയം ഷോട്ട്, മീഡിയം ലോങ് ഷോട്ട്, എക്സ്ട്രീം ലോങ് ഷോട്ട്, ഇങ്ങനെ 7 ഷോട്ട്സ് ഉണ്ട്. ഇത് ഞാൻ ഒന്നുകൂടെ പറയാം. എക്സ്ട്രീം ലോങ് ഷോട്ട്, മീഡിയം എക്സ്ട്രീം ലോങ് ഷോട്ട്, എക്സ്ട്രീം ലോങ് ഷോട്ട്. പിന്നെ ആദ്യം തൊട്ടേ ഓർത്തിരിക്കുക, എക്സ്ട്രീം ലോങ് ഷോട്ട്, പിന്നെ ലോങ് ഷോട്ട്, അത് കഴിഞ്ഞാൽ വരുന്ന മീഡിയം ലോങ് ഷോട്ട്, അതായത് മുട്ടിൻ്റെ അവിടം വരെ. അത് കഴിഞ്ഞാൽ മീഡിയം ഷോട്ട്, അരക്കെട്ട് തൊട്ട് മേലോട്ട്. അവിടെ തന്നെ പിന്നെ മീഡിയം ക്ലോസപ്പ്, അത് ചെസ്റ്റ് തൊട്ട്. അത് കഴിഞ്ഞാൽ ക്ലോസപ്പ് ഇവിടം തൊട്ട്. അത് കഴിഞ്ഞാൽ എക്സ്ട്രീം ക്ലോസപ്പ്. ഇത്രയും
ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് ഷോട്ട്. ഇത് അറിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ടിങ്ങിന് തുടങ്ങേണ്ടത്.